അദ്വൈത ഭൂമിയെ ഭക്തിസാന്ദ്രമാക്കി ശരന്നവരാത്രി മണ്ഡപത്തിൽ സംഗീത വിദ്വാൻ ഈറോഡ് കെ രാജാമണി ഭാഗവതർ പാടി. തമിഴിലെ അതിപ്രശസ്തങ്ങളായ സാമ്പ്രദായിക ഭജന കീർത്തനങ്ങളും ശങ്കരാചാര്യ കൃതികളും കർണാടക സംഗീത കൃതികളും ഉൾപ്പെടുത്തിയായിരുന്നു ആലാപനം. കാലടി ശൃംഗേരി ശങ്കരമഠത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ആസ്വാദകരായി എത്തിയത്. ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രമായ കാലടി ശൃംഗേരി ശങ്കരമഠത്തിലെ ശ്രീ ശാരദ ശരന്നവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് സാമ്പ്രദായിക ഭജനരംഗത്ത് പ്രശസ്തനായ ഈറോഡ് കെ രാജമണി ഭാഗവതരും സംഘവും അവതരിപ്പിച്ച ഭജന നടന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ശങ്കരമഠത്തിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം നിരവധി പേരാണ് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായി നിത്യേന കാലടിയിലേക്ക് എത്തുന്നത്. മനുഷ്യജന്മം തന്നെ പുണ്യമാണെന്നും ആ പുണ്യം യഥാർത്ഥ തലത്തിൽ അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു ഗുരു കൂടിയേ തീരൂ. എല്ലാ അറിവുകൾക്കും കാരണം ഗുരുവാകുന്നു. വേണ്ടത് വേണ്ടിടത്ത് പറയുവാൻ ഗുരുവിന്റെ അനുഗ്രഹം കൂടിയേ തീരുവെന്നും ഗുരു ഒരു വ്യക്തി മാത്രമല്ല, അതൊരു തത്വമാണെന്നും ഭാഗവതർ പറഞ്ഞു. ഗുരു കൊടുത്ത സാധാരണமான ഒരു ക്ഷീണமான ഒരു പ്രസാദം ஒரு ரோட்டில் இருந்த ஒரு பிச்சைக்காரன் எத்தனை பெரிய ஒரு சாதுவாக ஆக்கிட்டுனாங்க. நம்ம எப்போவுமே குருநாதாவை ஸ்மரிச்சுட்டு இருந்தோம்னா நமக்கு எத்தனை பெரிய வசதியான இது கிடைக்கும். லோகத்தில் எல்லாமே நம்ம கேட்டு வாங்கிடலாம், நமக்கு பகவான்கிட்ட பிரார்த்தனை பண்ணி வாங்கிடலாம். நல்ல ஒரு குருநாதர் அமையணும்னா அவளா நம்ம ஸ்வீகாரம் பண்ணினோம். அந்த குருநாதர் மனசில் நம்ம இடம் பிடிச்சி அவளுக்கு கைங்கரியம் பண்ணக்கூடிய ஒரு பாக்கியம், அவளை தரிசனம் பண்ணக்கூடிய ஒரு பாக்கியம் கிடைக்கிறதுனா எத்தனையோ கோடி ஜென்ம புண்ணிய சாதன சாரீர ஜென்ம சுகிருதம் இருந்தால் மட்டும்தான் கிடைக்கும். நமக்குதான் அந்த பாக்கியம் கிடைச்சது. பரம பாக்கியமான குருநாதாவை பார்க்கக்கூடிய, சர்வ சுலபமான குருநாதாவை பார்க்கக்கூடிய, அவளுக்கு கைங்கரியம் பண்ணக்கூடிய, அவளை ஸ்மரணம் பண்ணக்கூடிய பாக்கியத்தை பகவான் இந்த ஜென்மால அனுகிரகம் பண்ணியிருக்காங்கன்னா எத்தனையோ ஜென்மால பண்ணின தபஸ், எத்தனையோ ஜென்மால பண்ணின புண்ணியம். புரந்ததாசர் சொல்றாரு, 84 லட்சம் ஜென்மம் எடுக்கிறோமா ஒரு ஜீவன், அதில் கடைசி ஜென்மாவோ മനുഷ്യ ജന്മം. ശാരദാദേവി സന്നിധിയിലും ശങ്കരാചാര്യ സന്നിധിയിലും തൊഴാനായി അഷ്ടമി, നവമി, ദശമി ദിവസങ്ങളിൽ നിരവധി ഭക്തർ കാലടിയിലേക്കെത്തും. എല്ലാ ദിവസങ്ങളിലും പ്രഗത്ഭരായ നിരവധി കലാകാരന്മാരുടെ സംഗീത സദസ്സുകളും ഉണ്ടായിരിക്കും.